ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അങ്ങനെ നമ്മളെ റോഡ് പണി ഏകദേശം തുടങ്ങി കേട്ടോ. കുറേ നാൾ നിർത്തി വെച്ച് നമ്മളെ റോഡ് പണി തുടങ്ങി. ഇതാണ് നമ്മളെ റോഡ്, വന്നിറങ്ങി പോകുന്ന റോഡ്. ഒരിപ്പം മണ്ണൊക്കെ ഇട്ട് നിരത്തി, അങ്ങനെ പിന്നെ മെനിഞ്ഞിട്ട് മണ്ണൊക്കെ ഇട്ട് നിരത്തി നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ വീടിൻ്റെ അവിടം വരെ വണ്ടി പോവും, കാർ പോവും, നല്ല അടിപൊളിയായി. നമ്മളെ വീട് പണി കഴിഞ്ഞു, അടുത്ത് റോഡ് ശരിയാവുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ ഒരു പരിപാടിയുണ്ട്. രാവിലെ ഒരു കൊല വെട്ടാൻ പോകണം, പിന്നെ വിളയിൽ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ അവിടെ നിന്ന് കൊല വെട്ടി വണ്ടി കയറ്റി ഇനി കടയിലോട്ട്. ഹലോ ഗായ്സ്, അങ്ങനെ കൊലയൊക്കെ മുറിച്ച് വണ്ടിയിൽ ഷീറ്റൊക്കെ കയറ്റി എല്ലാം മേളിൽ വെച്ച്. ഇതാണ് കേട്ടോ എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്. മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും എൻ്റെ നാടും. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ മലയടിയാണ്, നമ്മുടെ കിളിക്കോട് പഞ്ചായത്തിൽ മലയടി. അപ്പം ഇതായിരുന്നു പണ്ടത്തെ നമ്മുടെ മീൻ വളർത്തുന്ന ഫിഷ് ടാങ്ക്. നമ്മൾ പിന്നീട് ഇതായിരുന്നു കേട്ടോ നമ്മളെ വീട്, പണ്ടത്തെ കുടുംബ വീട്. അപ്പം വളരെ അധികം ശോചനീയാവസ്ഥയിലാണ്. കാടൊക്കെ കയറി നമ്മൾ റബ്ബറുണ്ട് കേട്ടോ നമുക്ക് കുറച്ച്, ഒരു മുളയുണ്ട്. അതായിരുന്നു പണ്ടത്തെ നമ്മളെ കക്കൂസ്, അത് പൊളിഞ്ഞു പോയി. ഇനി അതൊക്കെ നന്നാക്കണം. പഴയ കെട്ടാണ് കേട്ടോ, പണ്ടത്തെ കല്ല് വെച്ചുള്ള. ഒരു പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും എൻ്റെ ജോലി. പക്ഷേ എനിക്ക് ഇതൊക്കെ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. ഈ മരം വെട്ടുക, തീറ്റടിക്കുക, അതാകുമ്പോൾ ഫ്രീ ആയിട്ട് നടക്കാം. ആരെയും ഇവിടെ വായിരിക്കുന്നത് കേൾക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. മഴയുള്ളപ്പം വെട്ടണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങാം, വീട്ടിൽ പോവും. പിന്നെ വരുമാനം അത് കിട്ടുമ്പോൾ കിട്ടും, പോകുമ്പോൾ പോവും. എനിക്കിതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. ജോലി വേണ്ടെന്നല്ല, ജോലി വേണം. പിന്നെ നാളെ ഒരാവശ്യത്ത് പൈസയ്ക്ക് പൈസ തന്നെ വേണം. എന്നാലും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ നടക്കാനാണ് എനിക്കിഷ്ടം. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഷീറ്റും എടുത്ത് വണ്ടി വെച്ച് കെട്ടി കൊലയും കൊണ്ട് കടയിൽ പോകണം. കടയിൽ പോയി കൊല കൊടുത്തതിന് ശേഷം ഇനി വീട്ടിൽ പോയി ഷീറ്റ് ഉണക്കാനിടണം. നമ്മുടെ ബാക്ക് സൈഡിൽ ഗേറ്റ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗേറ്റ് അടിക്കാനായിട്ട് മനോജേട്ടൻ വന്നു. പിന്നെ നമ്മുടെ ഗേറ്റ് ഇന്ന് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഗേറ്റ് ഇപ്പം തുറക്കാനായിട്ട് മനോജേട്ടൻ വന്നു. അങ്ങനെ മനോജേട്ടൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു. ഹായ്, അങ്ങനെ രാവിലെ കൊലയൊക്കെ വെട്ടിക്കൊടുത്ത് ഷീറ്റൊക്കെ എടുത്ത് നേരെ വീട്ടിലെത്തി. അങ്ങനെ ഇന്ന് രാവിലെ മനോജേട്ടൻ വന്നു കേട്ടോ. മനോജേട്ടൻ നമ്മുടെ ഗേറ്റ് തുറന്ന് 2 പാളി തുറന്നു കേട്ടോ, ഫ്രണ്ടിലെ അതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റെയറില്ല, പുതിയതായിട്ട് വെച്ച സ്റ്റെയറിൻ്റെ അവിടുത്തെ പുതിയ ഗേറ്റും കയറി വരുന്ന കൈവരി അതൊക്കെ വെച്ച്. അപ്പോൾ അവർ ഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എന്തായാലും ഒരു ഗേറ്റ് പണി ചെയ്തു. ഗേറ്റ് അങ്ങനെ നമ്മുടെ രമേശ് ഏട്ടൻ നമ്മുടെ സ്റ്റെയറിൻ്റെ കൈവരി പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ നമ്മളെ രമേശ് ഏട്ടൻ, മനോജേട്ടൻ്റെ കൂടെയുള്ള ഗായ്സ്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി രമേശ് ഏട്ടൻ അവിടെ തകൃതിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ ഈ ഗേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നമ്മളെ പുതിയ ഗേറ്റ് വെക്കുന്നത് ഇവിടെയാണ്. ഗേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഗേറ്റ്. ഗേറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
കറക്റ്റാണ് നിൽക്കണ കണ്ടാ. അങ്ങനെ നമ്മുടെ ഗേറ്റ് വെച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടനും കടുപ്പിച്ചടിച്ചാണ് രമേശ്. ഗൈസ് അങ്ങനെ നമ്മുടെ ഗേറ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെ ഗേറ്റിൽ ഡിസൈൻ ബോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനോജേട്ടനും മരചേട്ടനും കൂടെ ഒന്ന് ഡിസൈൻ ബോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ ഗേറ്റിൻ്റെ അവസാന ഘട്ടം പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മനോജേട്ടനും രമേശ് ചേട്ടനും കൂടെ. എന്തായാലും പെയിൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് വെച്ച ഗേറ്റ്. ഒരു പ്രൈമർ അടിച്ചിട്ടൊക്കെയാണ്, അടിപൊളിയായി. എന്താ ഇപ്പം ഗേറ്റ് അടഞ്ഞ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി. ഗായ്സ് അപ്പം നമ്മുടെ ഗേറ്റ് പണി ഏറെക്കുറെ തീർന്ന് ഇപ്പോൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് സെക്കൻഡ് ഗേറ്റ്, ഇത് ഫസ്റ്റ് ഗേറ്റ്. അപ്പം എല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.